ഹലോ ഗായ്സ്, അപ്പോൾ ഡ്രാഗൺ റോർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചാനലിൽ കളിക്കാത്തൊരു പുതിയൊരു ഗെയിമാണ്. സ്റ്റീലെ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു അടിപൊളി ഗെയിം, റോബ്ലോക്സിലൊരു ഗെയിമാണ്. അപ്പോൾ ഗായ്സ്, ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ കുറേ ബ്രെയിൻ റൂട്ട് വരും. ബ്രെയിൻ റൂട്ട് എന്ന് പറയുമ്പോൾ ഈ തും സഹൂറൊക്കെ ഇല്ല, അതേപോലത്തെ ആൾക്കാരൊക്കെ ഇതിൽ കൂടെ ഇങ്ങനെ പോകും. അവർക്ക് ഓരോരുത്തർക്കും ഒരു വിലയുണ്ട്. ഇപ്പോൾ ഈ ഗാങ്സ്റ്റർ ഫൂട്ടുകാർക്ക് 4K ആണ്. അങ്ങനെ എല്ലാവർക്കും ഓരോ വില ഉണ്ടാവും. നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് ഇത് കളിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ ഇത് പ്രൈവറ്റ് സെർവറാണ്. പ്രൈവറ്റ് സെർവർ എന്ന് പറയുമ്പോൾ 78 റോബക്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പ്രൈവറ്റ് സെർവർ. അതായത് ആ സെർവറിൽ നമുക്ക് മാത്രമേ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഓക്കെ. പിന്നെ ഞാൻ ഇത് കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇച്ചിരി നല്ല ബ്രെയിൻ റൂട്ടൊക്കെ ഉണ്ട്. പിന്നെ ഓക്കെ ഗൈസ്, പിന്നെ എൻ്റെ ഒരു ലക്കി ബ്ലോക്ക് ഉണ്ട്. ലക്കി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു സാധനം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് നല്ലൊരു സാധനം കിട്ടും. അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. പിന്നെ ഗൈസ്, ഇതാണ് ഉദിന്തിന്തിന്തു. ഞാനൊരു ദിവസം ഒരു ഇവൻ്റ് ഇതിനകത്ത് എല്ലാ ദിവസമല്ല, എല്ലാ ആഴ്ചയിലാണെന്ന് തോന്നുന്നു. എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ചില ഇവൻറ്റിലൊക്കെ കയറാറുള്ളൂ. ആഴ്ചയിൽ മറ്റേ ഇതൊക്കെ വരും, മറ്റേ ഇവൻ്റൊക്കെ വരും. അതിൽ സാധാരണ ചില ഗെയിംസിലൊക്കെ ഓരോ ഇവൻ്റൊക്കെ ഉണ്ട്. അതേപോലത്തെ ഇവൻ്റ് ഇതിനകത്തുണ്ട്. ആ ഇവൻ്റ് ഇതിനകത്ത് ചില സമയത്തൊക്കെ വരും. ചില ദിവസങ്ങളിലേ വരുള്ളൂ. മിക്കതും അത് രാത്രിയിലാണ് വരാറ്. പക്ഷേ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് 6:30 എങ്ങാണ്ട് വന്നു. അപ്പം ഞാൻ കയറിയപ്പോൾ കുറേ ബ്രെയിൻ റൂട്ടൊക്കെ പോകണുണ്ടോ. ആ സമയത്ത് മേടിച്ചതാണ് ഇതൊക്കെ. ഇപ്പം എൻ്റെ ഈ ബേസിലുള്ള എല്ലാം ഞാൻ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഈ ഡ്രാഗൺ അല്ല കേട്ടോ, ഈ വൾച്ചറിനോ സ്കെലട്രീനോ ഈ സാധനം എനിക്ക് ഞാൻ ഈ ഒരു ഇതുണ്ട്, ഇതിൻ്റെ പേര് വിച്ചി ഫ്യൂസ് എന്നാണ്. ഈ സാധനത്തിൽ നമ്മൾ 4 ബ്രെയിൻ റൂട്ടിനെ ഏതെങ്കിലും ഒരു ബ്രെയിൻ റൂട്ടിനെ ഇട്ടാൽ മതി. അപ്പം നമുക്ക് ഇതേപോലത്തെയൊക്കെ ഓരോ സാധനങ്ങൾ വരും. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതാണ് ലക്കി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രെയിൻ റൂട്ട് ഗോൾഡിനെ കിട്ടും. ഇതിനകത്ത് ഏതെങ്കിലും എന്ന് പറയുമ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ലത് കിട്ടും, ഭാഗ്യമില്ലെങ്കിൽ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റത്തന്നെ. ഓക്കെ. ഓർക്കാല ഗൈസ്, എൻ്റെ മോനെ, ഓർക്കാലേറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പാട്ടൊക്കെ ഉണ്ട്, ട്രാലാലേറോ ട്രാലാല ഇപ്പം മറ്റേ യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് ബ്രെയിൻ റൂട്ട് സോങ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. അതിനകത്തൊരു താരമാണ് ഓർക്കാലേറോ ട്രാലാലേറോ ട്രാലാല ഉണ്ട്, ഓർക്കാലേറോ ഉണ്ട്. പിന്നെ ഇതാണ് ട്രാലാലയുടെ ഫീമെയിൽ വെർഷൻ. എൻ്റെ പേര് ത്രാലാലീറ്റ എന്നാണ്. ഈ ട്രാലാലേറോ അത്ര വലിയ ഇതൊന്നും ഇല്ല, കാരണം 100K/s അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇതാണ് ത്രിപ്പിത്രോപ്പി. അപ്പോൾ ഇത് ഞാൻ നോക്കി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഗെയിം. കാരണം ഇതിനകത്ത് കുറേ നല്ല രസമുണ്ട് കളിക്കാൻ. പിന്നെ പിന്നെ ഇതിനകത്ത് ഓരോ ബ്രെയിൻ റൂട്ടൊക്കെ വരും. പിന്നെ ഈ പ്രൈവറ്റ് സെർവർ തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഈ സൈഡിലൊരു ഇതുണ്ടോ, എക്സ്ക്ലമേറ്ററി മാർക്ക്. ഇതിൻ്റെ പേരാണ് റീബർത്ത്. ഞാനിപ്പോൾ എത്ര റീബർത്ത് ചെയ്തിട്ടുണ്ട്, ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പം വരാവേ. ഒരു മിനിറ്റ്. ഞാനിപ്പോൾ 5 റീബർത്ത് ചെയ്തിട്ടുണ്ട്. 5 റീബർത്ത് ചെയ്തിട്ടുണ്ട്. 6ാമത്തെ റീബർത്തിന് എനിക്ക് ബമ്പർദീറോ ക്രോക്കോഡീലോ വേണം. നമ്മുടെ കയ്യിലുള്ള ഓരോ ബ്രെയിൻ റൂട്ട് വെച്ചാണ് നമ്മൾ റീബർത്ത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഓരോ റീബർത്തിനും ഓരോരോ ബ്രെയിൻ റൂട്ട് വേണം. എനിക്കിപ്പോൾ വേണ്ടത് ബമ്പർദീറോ ക്രോക്കോഡീലോ. എൻ്റെ കയ്യിൽ ബമ്പർദീറോ ക്രോക്കോഡീലോ ഉണ്ട്. പക്ഷേ ഞാൻ റീബർത്ത് ചെയ്താൽ എല്ലാ സാധനം പോവും. അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വാണിങ്, യു വിൽ ലോസ് ഓൾ ക്യാഷ് ആൻഡ് ബ്രെയിൻ റൂട്ട് ക്യാരക്ടേഴ്സിന് ക്യാഷ് ഇപ്പോൾ എൻ്റെ കയ്യിൽ 217.46 ബില്യൺ ഉണ്ട്. അപ്പോൾ നമ്മൾ റീബർത്ത് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ബ്രെയിൻ റൂട്ടും പോകും, പിന്നെ ക്യാഷും തരും. പക്ഷേ നമുക്ക് വേറെ ഈ സ്ലാപ്പൊക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഇപ്പം നമുക്കിപ്പോൾ കാണാൻ പറ്റും മൾട്ടി *5 ക്യാഷ് 250K നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. പിന്നെ 10 സെക്കൻഡ് വീണ്ടും കൂടും.
പിന്നെ സ്ലോട്ട് ഒരെണ്ണം കൂടും. അതായത് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ റൂട്ടൊക്കെ വെക്കാനുള്ള സ്ഥലം, ഇതാണ് ആ സ്ലോട്ട്. ഓരോ സ്ലോട്ട് കൂടും. പിന്നെ ആ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ബ്രെയിൻ റൂട്ട് വെക്കാം. പിന്നെ അടുത്ത സ്ലോട്ട് എവിടെയാണ് വരണതെന്ന് വെച്ചാൽ എനിക്കിത് ഇഷ്ടമല്ല. അടുത്ത സ്ലോട്ട് ഇവിടെയാണ് വന്നത്. എവിടെ? ഓക്കെ അടുത്ത സ്ലോട്ട് ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ വരും. എന്നിട്ട് അപ്പം നമുക്ക് അവിടെ വേറെ ബ്രെയിൻ റൂട്ടിനെ വെക്കാൻ പറ്റും. പിന്നെ അത് നമ്മൾ മേടിക്കുന്ന ബ്രെയിൻ റൂട്ട് പെർ സെക്കൻഡ് ഇവിടെ 1.3 മില്യൺ പെർ സെക്കൻഡ് അല്ലേ? അതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ഇവർ 1.3 മില്യൺ ഉണ്ടാക്കും ഒരു സെക്കൻഡിൽ. പക്ഷെ ഇവൻ കുറവാണ്. ഒരു സെക്കൻഡിൽ 20K ഉണ്ടാക്കുള്ളൂ. ഇത് നമുക്ക് റീബർത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വെച്ചേക്കണേ. എത്രാമത്തെ റീബർത്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അത് ചോദിക്കില്ല എന്നോട്. പിന്നെ ഇത്രാലല്ല റീബർത്തിന് ആവശ്യമില്ല. ഇനി വളച്ചെറിയുന്നതിന് റീബർത്തിന് ആവശ്യമില്ല. ബൊമ്പമ്മിനി ഹുസൈന് റീബർത്തിന് ആവശ്യമുണ്ട്. ഈ റീബർത്ത് കഴിഞ്ഞിട്ടാണ് ഈ ബൊമ്പമ്മിനി ഹുസൈനുടെ റീബർത്ത്. പിന്നെ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഈ കോക്കോഫാൻഡോ വേണം. കോക്കോഫാൻഡോ എലിഫാൻഡോ കഴിഞ്ഞിട്ടാണ് മുകളിലത്തെ ജിറാഫ സെലസ്ത്ര ഉള്ളത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ഈ ഓർക്കാലോ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, അപ്പം ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. ഈ നമ്മൾ ഇനി ഇതിൻ്റെ വലിയ വീഡിയോസൊക്കെ ഇനി വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ ഈ ഗെയിമിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.